اوكي. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. نبينا الآمر نهي فلا أحد عبر في قول لا منه ولا نعمي. مولاي صل سلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഈ കസേരകൾ ഇങ്ങോട്ട് അടുപ്പിച്ചിടുക. അവിടെ ഗ്യാപ്പ് വേണ്ട. അവിടെയുള്ള കസേര കുറച്ച് ഇങ്ങോട്ട് അടുപ്പിച്ചിടുക. ഗ്യാപ്പ് വേണ്ട, ഇടയ്ക്ക് ഗ്യാപ്പ് വേണ്ട. അധികം ഇങ്ങോട്ട് എടുക്കണ്ട, ആ ഗ്യാപ്പ് മാത്രം അടച്ചാൽ മതി. അതിനെല്ലാവരും ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് SSF എന്ന സംഘടന ഈ പ്രദേശത്ത്
20 വർഷം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിലുള്ള സന്തോഷം പങ്കിടുന്ന ഒരു അനുഗ്രഹീതമായ സദസ്സാണ് നമ്മുടെ. നിങ്ങൾ വളരെ നേരത്തെ മഗ്രിബ് മുതൽ ഇവിടെ ഇരുന്ന് ധാരാളം വഅളും പ്രസംഗങ്ങളുമൊക്കെ കേട്ടവരാണ്. ഞാൻ വളരെ ദൂരെ നിന്ന് ഓടി വന്നവനുമാണ്. അതിന്റെ പുറമെ ചെറിയ അസുഖമുള്ളത് കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം തന്നെ ഏകദേശം 3-4 ഗുളിക കഴിച്ചു, അതുപോലെ മരുന്ന് കഴിച്ചു. അതുകൊണ്ട് നീണ്ട സമയം സംസാരിക്കാനില്ല. ഞാൻ തീരെ വരാതിരുന്നാലോ എന്ന് അമംഗലാപുരത്ത് നിന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഇവിടെയുള്ള സംഘാടകർ വന്നു പോകണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് അവരുടെ മനസ്സിന് പ്രയാസം ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കി വന്നതാണ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് അല്ലാഹു പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യൻ ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയാണ്. ഈ മനുഷ്യന് ലോകത്തിന്റെ ഏത് ഭാഗം എങ്ങനെ ചിന്തിച്ചാലും ഈ ലോകത്തെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു ഉണ്ട് എന്ന് ആർക്കും ബോധ്യപ്പെടും. ആ അല്ലാഹുവിനെ അറിഞ്ഞും അല്ലാഹുവിനെ സ്നേഹിച്ചും അല്ലാഹുവിൽ അർപ്പിച്ചും അല്ലാഹുവിനെ അനുസരിച്ചും ജീവിക്കേണ്ടവരാണ് മനുഷ്യർ. ലോകത്ത് എത്രയോ ജീവികളെ, എത്രയോ സസ്യങ്ങളെ, എത്രയോ മത്സ്യങ്ങളെ, എത്രയോ ഇഴജന്തുക്കളെ, ജന്തുക്കളെ, എന്തെല്ലാമോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പടച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വന്തത്തിൽ ഒരു അധികാരവും കഴിവും ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ എത്ര വലിയ നേതാവായ, എത്ര വലിയ ഭരണാധികാരിയായ അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അമേരിക്കയുടെ പ്രസിഡന്റിന് തലവേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയില്ല. ചൈനയുടെ പ്രധാനമന്ത്രിക്ക് വയറ്റിൽ വേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയില്ല. ലോകത്ത് ഏത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് പല്ലുവേദന വന്നാലും സ്റ്റേ ചെയ്യാൻ കഴിയില്ല. ഏത് ഭരണാധികാരിയും, ഏത് ജഡ്ജിയും, ഏത് ഉദ്യോഗസ്ഥനും, ഏത് ശാസ്ത്രജ്ഞനും, ഏത് പണക്കാരനും, ഏത് പണ്ഡിതനും, ഏത് സാധാരണക്കാരനും, ഏത് വ്യക്തികളും ലോകസൃഷ്ടാവായ അല്ലാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലും അധികാരത്തിലുമായി മാത്രം ഈ ലോകത്ത് ജീവിക്കുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ ഒരു കൈ മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഈ കൈ അല്ലാഹു തആല സൃഷ്ടിച്ചത് എത്ര അത്ഭുതകരമായിട്ടാണ്. ഈ കൈയിന്റെ വിരലുകൾ വെവ്വേറെ. ഇത് ഒന്നായിട്ടാണ് പഠിച്ചതെങ്കിൽ നമുക്ക് മത്സ്യം തിന്നാൻ കഴിയില്ല. മുള്ളു വേറെ, മത്സ്യത്തിന്റെ മാംസഭാഗം വേറെ. നീക്കണമെങ്കിൽ നമുക്ക് ഇതൊരു കോരി പോലെ എങ്ങനെ ആണെങ്കിൽ മത്സ്യം കഴിക്കാൻ ബുദ്ധിമുട്ടായി, മുള്ളു പെറുക്കി എടുത്തു കളയാൻ പ്രയാസായി. എന്നാൽ പിന്നെ നമുക്കൊരു വസ്തു കോരിയെടുക്കണമെങ്കിലോ ഈ കയ്യിന്റെ വിരൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു കോരിയാണ്, ഒരു വലിയ കോരിയാണ്. ഇത് നമ്മളൊന്നിങ്ങനെ അല്പം മലർത്തിപ്പിടിച്ചാൽ ഇതൊരു വലിയ സ്പൂണാണ്, ഒരു കൈലാണ്. അത് തന്നെ രണ്ടും കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു വലിയ പാത്രമാണ്.
ധാരാളം വെള്ളം കൊള്ളുന്ന ഒരു പാത്രമാണ്. ഈ കൈ തന്നെ നമ്മൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ഇതൊരു മുട്ടിയാണ്, ഇടിക്കാൻ പറ്റുന്ന മുട്ടിയാണ്. ഇതേ കൈയിന്റെ വിരൽ നമ്മളിങ്ങനെ കൂട്ടി, ഈ രണ്ട് വിരൽ കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു ക്ലിപ്പാണ്, ഇതൊരു ഉറുക്കയാണ്. ഇത് തന്നെ വിരലുകൾ കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു മാന്തിയാണ്. ഇതേ കൈയിന്റെ വിരൽ കൈ നമ്മൾ കൂട്ടി ശരീരത്തോട് കൂട്ടിപ്പിടിച്ചാൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതൊന്നുകൂടി മടക്കി പിടിച്ചാൽ മടക്കി നിൽക്കുകയാണ്. ഇത് മേൽപോട്ട് ഉയർത്തിയാൽ ബൾബ് ഊരുകയും ബൾബ് ഇടുകയും മാങ്ങ പറിക്കുകയും ഒക്കെ ചെയ്യാണ്. അതേ കൈ തന്നെ അല്പം കുനിഞ്ഞ് താഴോട്ട് പോയാൽ നമ്മൾ കിഴങ്ങ് കിളച്ചെടുക്കുകയാണ്. അതേ കൈ കൊണ്ട് തന്നെ ഖബറിൽ മയ്യത്ത് ഇറക്കി വെക്കുകയാണ്. ഈ കൈ തന്നെ കൂട്ടിപ്പിടിച്ചാൽ തെങ്ങ് കയറുകയാണ്. ഈ കൈ കൊണ്ട് തന്നെ ഡ്രൈവർ സ്റ്റിയറിംഗ് തിരിക്കുകയാണ്. ഇതേ കൈ കൊണ്ട് തന്നെ പെണ്ണ് പിടിച്ചാൽ എത്ര വലിയ ഡോക്യുമെന്റ്സുകളും എഴുതുകയാണ്, എത്ര വലിയ പുസ്തകങ്ങളും എഴുതുകയാണ്. ഇതേ കൈ കൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങിയാൽ നീന്തി അക്കരെ കടന്നു പോവുകയാണ്. ഈ കൈ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് എന്തെല്ലാം സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. എനിക്ക് നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഈ ഒരു കൈ മാത്രം അല്ലാഹു തആല തന്ന ഈ കൈ മാത്രം, പാവാട ഉടുത്തിട്ടുള്ള ഒരു പെൺകുട്ടി ഈ കൈ കൊണ്ട് അടുപ്പിന്റെ മേലെ പാത്രം കയറ്റി വെക്കുമ്പോൾ ദൂരെ നിന്ന് ആ പാത്രം തീ പിടിക്കാതെ, തീ തൊടാതെ, പൊള്ളാതെ ദൂരെ എടുത്തു വെക്കാൻ അല്ലാഹു തആല കഴിവ് തന്നിരിക്കുകയാണ്. ആ കൈ കൂട്ടിപ്പിടിക്കേണ്ടി വന്നാൽ കൂട്ടിപ്പിടിക്കാൻ സാധിക്കുകയാണ്. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഈ കൈ, ആ ഒരു കൈയിന്റെ അനുഗ്രഹത്തിന് മാത്രം സുബ്ഹാനല്ലാഹ്. JCB കണ്ടിട്ടുണ്ടോ? JCB എന്ന് മനസ്സിലാവും. JCB കണ്ടിട്ടുണ്ടോ? JCBക്ക് നമ്മളെ ഈ കൈ കൊണ്ട് കളിക്കുമ്പോഴൊന്നും കളിക്കാൻ കഴിയില്ല. JCBക്ക് ഒരു പരിധി ഉണ്ട്, അതിലപ്പുറം കളിക്കാൻ കഴിയില്ല. ഈ കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. നമ്മളെ സ്വന്തം പുറം നമ്മൾ കുളിക്കുന്ന സമയത്ത് പുറത്ത് സോപ്പേക്കണം, അതിന് വേറെ ആരും വേണ്ട, നമ്മളെ കൈ കൊണ്ട് തന്നെ പുറത്ത് എല്ലാ സ്ഥലത്തും സോപ്പേക്കാൻ കഴിയും, എണ്ണ തേക്കാൻ കഴിയും. JCBക്ക് അങ്ങനെ കഴിയൂല. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ പലതിനും അങ്ങനെ കഴിയില്ല. ഈ കൈ എല്ലാ സ്ഥലത്തും, നമ്മുടെ ശരീരത്തിൽ ഇതെത്താത്ത സ്ഥലങ്ങളില്ല, എല്ലാ സ്ഥലത്തും കൈയെത്തി. എല്ലാ സ്ഥലത്തും ഈ കൈ കൊണ്ട് തന്നെ അവനവന്റെ പ്രവർത്തനം നടത്താൻ കഴിയും. അങ്ങനെയല്ലേ അല്ലാഹു തആല കൈ സൃഷ്ടിച്ചത്? ഈ രണ്ട് കൈ, അതിന് എത്ര ഉറുപ്പിക വില കണക്കാക്കുക? രണ്ട് കൈ എത്ര ഉറുപ്പികണ്ട്, എത്ര ലക്ഷം കണക്കാക്കാൻ പറ്റും? സുബ്ഹാനല്ലാഹ്. ഒരു 10 കോടി രൂപയുള്ള ഒരു മനുഷ്യൻ അവന്റെ രണ്ട് കൈയും നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അവന്റെ കൈ സംരക്ഷിക്കാൻ വേണ്ടി എത്ര കോടിയും കൊടുക്കാൻ തയ്യാറാവൂലേ? സുഹൃത്തുക്കളെ, ഇത് വെറും ഒരു കൈയിന്റെ വിഷയമാ. എങ്കിൽ ആ കൈ കൊണ്ട് നിങ്ങൾ കൃഷി ചെയ്യുന്നു, ആ കൈ കൊണ്ട് നിങ്ങൾ കൃഷി പറിച്ചെടുക്കുന്നു, ആ കൈ കൊണ്ട് നിങ്ങൾ തോല് പൊളിച്ചെടുക്കുന്നു, ആ കൈ കൊണ്ട് നിങ്ങൾ അതാ ആട്ടിനെ അറുക്കുന്നു, ആ കൈ കൊണ്ട് നിങ്ങൾ അതിന്റെ തോല് പൊളിക്കുന്നു, അതുകൊണ്ട് അതിന്റെ മാംസം നുറുക്കുന്നു. ആ കൈ കൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ പ്രവൃത്തികൾ രാവിലെ മുതൽക്ക് നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ, പ്രസംഗിക്കുന്ന പണ്ഡിതൻ പ്രസംഗിക്കുന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി, അതേ സ്കൂളിലെ ടീച്ചർമാരും മദ്രസയിലെ ഉസ്താദും കുട്ടികൾക്ക് വിഷയം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നാവ് കൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ കൈകൊണ്ടിങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കുകയാണ്. വലിയ ഒരു സാധനം ഉണ്ടോ? ചെറിയ ഒരു സാധനം, ഒരു നാവ് കൊണ്ട് മാത്രം പറയാനല്ല, കൈകൊണ്ടും കൂടി അത് കാണിച്ചു കൊടുക്കുകയാണ്. ചെറിയത് വലിയത് അല്ലേ?
കൈ സംസാരത്തിന് ഉപയോഗിക്കുകയാണ്. ഇനി ഒരാൾക്ക് സംസാരശേഷി തീരെ ഇല്ലെങ്കിലോ, ഊമയായ ഒരു മനുഷ്യന് അയാൾക്ക് സംസാരിക്കാൻ കഴിയൂല, എന്നാ അയാളെ സംസാരം തീർത്തും കൈകൊണ്ട അദ്ദേഹം എല്ലാം സംസാരിച്ചു. അയാളെ നിക്കാഹ് വരെ കൈകൊണ്ട, എല്ലാ കാര്യങ്ങളും കൈകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കൈകൊണ്ടുള്ള ഉപയോഗം അതുണ്ടോ പറഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇവിടെയൊക്കെ പശു, ആട്, അതുപോലെ ധാരാളം ജീവികളുണ്ട്. പക്ഷെ ആ ജീവികൾക്കൊന്നും പല്ലേക്കാനുള്ള കൈയില്ല. പശുവിന് പല്ലേക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു തആല അതിന് വേറെ സംവിധാനം ചെയ്തു കൊടുത്തു അല്ലേ. നമ്മളെങ്ങാനും ഒരു 10 ദിവസം പല്ല് തേച്ചിട്ടില്ലെങ്കിൽ പല്ലെന്തിനു കൊള്ളൂ? നമ്മളെ പല്ല് ബാക്കിയുണ്ടാവും. പല്ല് ആകെ ദുഷിച്ച് നശിച്ചു പോയില്ലേ. എന്നിട്ട് എല്ലാ ദിവസവും ഈ പല്ല് തീർത്തും തേച്ചിട്ടും പിന്നെ നമ്മൾ ഡെന്റൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ തരിപ്പിച്ച് കുത്തിരിക്കുക ഓരോരുത്തർ പല്ലിന് വേദനയായിട്ട്. അതേ സമയത്ത് ഇന്ന് വരെ ഓരോറ്റ പശുവിനെയും ആട്ടിനെയും ഞാൻ ഒരു ദന്താശുപത്രിയിലും ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടില്ല. അതേ സമയത്ത് ഒരു പശു പല്ല് തേക്കുന്നില്ല. പക്ഷേ പല്ല് തേച്ചില്ലെങ്കിലും അതിന്റെ പല്ലിനൊരു കേടും വരുന്നില്ല. അല്ലാഹു തആല അതിനങ്ങനെയാണ് പഠിച്ചത്. നമ്മളെ അല്ലാഹു പഠിച്ചതോ പല്ല് തേക്കുന്ന ജീവി, വൃത്തിയോടെ ജീവിക്കുന്ന ജീവി, അതിന് പല്ല് തേക്കാൻ പറ്റുന്ന കൈ, പല്ല് തേക്കാനുള്ള ബ്രഷ് കയ്യിൽ പിടിച്ച് പല്ല് തേക്കുന്നു, ബ്രഷ് ചെയ്യുന്നു. വൃത്തിയോടെ വായ നാറാതെ, പല്ല് കേട് വരാതെ, അതാ ഒരു വിഷമവുമില്ലാതെ നമ്മൾ ജീവിക്കുന്നു. ഈ പല്ല് തേക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ബ്രഷ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ വിഷമം എത്രയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഈ കൈകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്രയാണ്. ഇരിക്കുന്ന നമ്മൾക്ക് മേലോട്ട് എഴുന്നേൽക്കാൻ കൈകുത്തേണ്ടി വരുന്നു. അതുപോലെ നമ്മൾ പെട്ടെന്ന് ഇരിക്കുമ്പോൾ പ്രയാസമില്ലാതിരിക്കാൻ കൈ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ഈ കൈകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അവനവന്റെ കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് കുറിച്ചു വെച്ചാൽ, എഴുതി വെച്ചാൽ, ഓരോ ദിവസവും ഓരോ പുസ്തകം എഴുതാനുണ്ടാകും. കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ നാളെ സുബഹി മുതൽക്ക് കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം ഒന്ന് എഴുതി വെച്ച് നോക്കൂ. എന്നിട്ട് രാത്രി ഒന്ന് വായിച്ചു നോക്കൂ, എത്ര കാര്യങ്ങളാ കൈകൊണ്ട് ചെയ്തത്. പറഞ്ഞാൽ തീരാത്ത പ്രവർത്തനങ്ങൾ ഈ കൈകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇത് ഞാൻ ഒരൊറ്റ കയ്യിനെ കുറിച്ച് മാത്രം പറഞ്ഞതാണ്. ഇനിയും കയ്യിനെ കുറിച്ച് ധാരാളം പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതേ കൈകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഭീഷണിപ്പത്തെ കാണിച്ചു തരാം. അതും കൈകൊണ്ട് തന്നെയാണ്. അതേ സമയത്ത് ഒരാളെ അറിയാതെ കാലുകൊണ്ട് ചവിട്ടിപ്പോയി, അയാളോട് ക്ഷമാപണം നടത്താൻ തൊട്ടിട്ട് ഇതേ കൈകൊണ്ട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഒരാളെ കണ്ടാൽ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, കൈ കൊടുത്തുകൊണ്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അല്ലേ. ഇങ്ങനെ തുടങ്ങിയിട്ട് കൊടുക്കലും വാങ്ങലും, അങ്ങനെ എത്ര പ്രവർത്തനങ്ങളാണ് ഈ ഒരു കൈകൊണ്ട് മാത്രം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ളത്. ഇനി ആ കൈകൊണ്ട് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ ഭക്ഷണം, ആ ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലാഹു തആല 2 താടിയെല്ല് തന്നിരിക്കുന്നു. മേലെ താടിയെല്ലിലും പല്ലുണ്ട്, താഴെ താടിയെല്ലും പല്ലുണ്ട്. പക്ഷേ താഴെ താടിയെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, മേലെ താടിയെല്ല് നീങ്ങൂല. എന്തേ കാരണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കടിക്കാനും പൊട്ടിക്കാനും അരക്കാനും ഉള്ള പല്ല് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കടിക്കാൻ മുന്നിലെ പല്ല്, പൊട്ടിക്കാൻ സൈഡിലെ പല്ല്, അരക്കാൻ അതിന്റെ ബാക്കിലുള്ള പല്ല്. ഈ അരവ് നടക്കണമെങ്കിൽ രണ്ടും ഒരേ സമയത്ത് കറങ്ങിയാൽ അരവ് നടക്കൂല. അമ്മി അട നിന്നിട്ട് കുട്ടി നീങ്ങണം, അല്ലെങ്കിൽ കുട്ടി നിന്നിട്ട് അമ്മി നീങ്ങണം, എങ്കിലേ അരവ് നടക്കൂ. അങ്ങനെ അരവ് നടക്കുമ്പോൾ അവിടെ വെള്ളം വേണം. അത് ഓട്ടോമാറ്റിക്കായി ഉമിനീര് അല്ലാഹു തആല വായിൽ തരികയാണ്. അങ്ങനെ തിന്നുന്ന ഭക്ഷണം അരക്കാനുള്ള സംവിധാനം അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്.
ഇനി ആ ഭക്ഷണം കഴിച്ചാൽ അത് ഇറങ്ങിപ്പോകാനുള്ള സംവിധാനവും കുഴലും റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുകയാണ്. അത് ദഹിക്കാനുള്ള സംവിധാനം വെച്ചിരിക്കുകയാണ്. കുടിക്കുന്ന വെള്ളം അത് ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനം അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. കിഡ്നി പ്രവർത്തിക്കുകയാണ്, ആമാശയത്തിൽ പ്രവർത്തനം നടക്കുകയാണ്, അതിനപ്പുറത്ത് ഹാർട്ട് പ്രവർത്തിക്കുകയാണ്, അതിനപ്പുറം കരളിന്റെ പ്രവർത്തനം നടക്കുകയാണ്. ഇങ്ങനെ ഓരോ സെക്കൻഡിലും നമ്മുടെ ശരീരത്തിൽ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയെത്ര സംവിധാനങ്ങളാണ് ഒരേ സമയത്ത് ചെയ്തിട്ടുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ കണ്ണ് വേറെ, കാത് വേറെ, നാവ് വേറെ, ചെറുനാവ് വേറെ, തൊണ്ട വേറെ, സംസാരിക്കുന്ന വായും നാവും അണ്ണാക്കും പല്ലുമൊക്കെ വേറെ. സുഹൃത്തുക്കളെ, നടക്കുന്ന കാല് അതേ അതിന് തന്നെ ഇരിക്കുമ്പോൾ മടക്കി വെക്കാനുള്ള മുട്ട്, നീർത്ത് നടക്കുന്ന സമയത്ത് അതേ വളഞ്ഞു പോകാതെ കുത്തനെ നിന്നുകൊണ്ട് സ്റ്റാൻഡ് പോലെ കാലിനെ നിർത്തുന്ന മുട്ട്, അതിന്റെ സംവിധാനം, അതുപോലെ കാലിന്റെ സംവിധാനം. അങ്ങനെ ഓരോന്നും ചിന്തിച്ചാൽ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പാവപ്പെട്ട എന്റെ ശരീരത്തിൽ തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരുന്നുണ്ടോ? അതിന്റെ പുറമെയാണ് നമുക്ക് ഭക്ഷണ സാധനങ്ങൾ. തെങ്ങിന്റെ മേലെ ഇളനീറാണ്, തേങ്ങയാണ്, കരിക്കാണ്. അതേ ഇപ്പുറത്ത് കവുങ്ങിന്റെ മേലെ അടക്കയാണ്, അപ്പുറത്ത് മാവിന്റെ മേലെ മാങ്ങയാണ്, അപ്പുറം പ്രാവിന്റെ മേലെ ചക്കയാണ്, ഇപ്പുറത്തതാ നെൽകൃഷിയിൽ നെല്ലും മരിയുമാണ്, അപ്പുറം ഗോതമ്പാണ്, അതിനപ്പുറം മുന്തിരിങ്ങയാണ്, അതിനിപ്പുറം അതാ കാരക്കയാണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഭക്ഷണങ്ങൾ. അതിൽ ഒരുപാട് ഭക്ഷണങ്ങൾ പഴങ്ങളാണ്, ചിലത് ധാന്യങ്ങളാണ്, ചിലത് മത്സ്യങ്ങളാണ്. കടലിലുണ്ട്, കരയിലുണ്ട്, വ്യത്യസ്തമാണ്. ചില ജീവികൾ മുട്ട സംഭാവന ചെയ്യുകയാണ്, വേറെ ചില ജീവികൾ നമുക്ക് രോമം സംഭാവന ചെയ്യാണ്, വേറെ ചില ജീവികൾ എല്ലും പല്ലും തോലും അതുപോലെ മാംസവും ഒക്കെ സംഭാവന തരികയാണ്. സുബ്ഹാനല്ലാഹ്, എണ്ണിയാലൊടുങ്ങാത്ത സംവിധാനങ്ങൾ മനുഷ്യന് ലോകസൃഷ്ടാവായ റബ്ബ് സംവിധാനിച്ചു കൊടുത്തിരിക്കുന്നു. ആ റബ്ബിനെ സ്നേഹിക്കണ്ടേ ചെറുപ്പക്കാരെ? ആ അല്ലാഹുവിനെ പ്രിയം വെക്കണ്ടേ കാരണവന്മാരെ? ആ അല്ലാഹുവിനെ അറിയണ്ടേ ഉമ്മമാരെ? ഇത്രയും വലിയ സംവിധാനങ്ങൾ കണ്ണിലേക്ക് ഒരാൾ കയ്യോങ്ങുമ്പോഴേക്ക് കണ്ണ് ചിമ്മിപ്പോയി. കണ്ണിന്റെ ഉള്ളിലേക്ക് പെട്ടെന്നതാ ഒരു ഈച്ച വന്ന് വീഴാൻ നോക്കുമ്പോ കണ്ണ് ചിമ്മിപ്പോയി. കണ്ണിന് പ്രത്യേകം സംവിധാനം. അതേ സുബ്ഹാനല്ലാഹ്, ഓരോന്നിനും പ്രത്യേക സംവിധാനം. ശ്വാസം കഴിക്കാൻ ഓക്സിജൻ വേണം. ആ ഓക്സിജൻ കടന്നു പോകുമ്പോൾ അതാ മൂക്കിലൂടെ അതാ ഓക്സിജൻ കടന്നു പോകുന്ന സമയത്ത് ഈ ധൂളുകൾ, പൊടിപടലങ്ങൾ കടന്നു പോകാതിരിക്കാൻ മൂക്കിനെപ്പോഴും ഒരു നനവാണ്. കാരണം അവിടുന്ന് അങ്ങോട്ട് വിടാൻ പറ്റാത്തവരെ പിടിച്ചു വെക്കാനാണ്. അതുകൊണ്ട് തന്നെ നല്ല പൊടിപടലങ്ങളുള്ള ധൂളുകളുള്ള സ്ഥലത്തുകൂടി നിങ്ങളൊന്ന് ഓടിയിട്ട് ശ്വാസം കഴിച്ചാൽ കുറച്ചു കഴിഞ്ഞിട്ട് മൂക്കൊന്ന് തുടച്ചു നോക്കിയാൽ നിറയെ ധൂളുകൾ നമ്മുടെ തുണിയുടെ മേലെ കിട്ടുകയാണ്. കാരണം നേരെ ശ്വാസകോശത്തിലേക്ക് ഈ ധൂളുകൾ കടക്കാതിരിക്കാനുള്ള സംവിധാനമാണ്. മൂക്കില് കുറച്ച് രോമങ്ങളാണ്. ആ രോമങ്ങൾ താഴോട്ടേക്ക് മുളക്കുകയാണ്. അത് മേൽപോട്ട് മുളച്ചാലോ നമുക്ക് തുമ്മിയിട്ട് ജീവിക്കാൻ കഴിയൂല. നിങ്ങൾ വേണമെങ്കിൽ ഒരു ചെറിയ ചകിരി നാരി എടുത്ത് മൂക്കിലൊന്ന് കുത്തി നോക്കൂ, എന്നാ വേഗം മനസ്സിലാകും. അതേ, അതുകൊണ്ട് തന്നെ മൂക്കിലെ രോമം താഴോട്ടേ വരുന്നുള്ളൂ. തലയിലെ രോമമോ
അത് വെട്ടിയ മേലോട്ടേ പോകുന്നുള്ളൂ, അത് താഴോട്ടേക്കല്ല, അത് മേലോട്ടേക്കാണ്. പ്രസവിക്കുന്ന സമയത്ത് എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ കുട്ടിയുടെ വായിൽ പല്ലില്ല. കാരണം പല്ലുണ്ടായാൽ ഉമ്മയുടെ മുല കടിക്കും, കടിച്ചാൽ ഉമ്മയുടെ മുല പഴുക്കും, പഴുത്താൽ ഉമ്മ രാജിവെക്കും, രാജിവെച്ചാ പിന്നെ നമുക്ക് ഭക്ഷണം കിട്ടൂല, മുലപ്പാല് കിട്ടൂല. അതുകൊണ്ട് തന്നെ അപ്പോൾ പല്ല് തന്നില്ല. കാലം കുറെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സമയം വരുമ്പോ പല്ലിങ്ങനെ ഓരോന്നോരോന്ന് താൽക്കാലികമായ പല്ല് വിസിറ്റ് വിസ എടുത്ത് ദുബായി പോയി പിന്നെ പെർമനന്റ് വിസയാക്കുന്നത് പോലെ സുഹൃത്തുക്കളെ ആദ്യം തന്ന പല്ല് പിന്നീട് അങ്ങ് എടുത്തു കളയുന്ന പല്ലാണ്, പിന്നീട് സ്ഥിരം പല്ല് തരികയാണ്. അങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്ക് തന്ന റബ്ബാണ്. ആ റബ്ബിനെ സ്നേഹിക്കണേ മുസ്ലിമീങ്ങളെ. വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിനെ പ്രിയം വെക്കണം, അല്ലാഹുവിനെ സ്നേഹിക്കണം. അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണ്ടേ, അല്ലാഹുവിനെ കടുക്കണ്ടേ, അല്ലാഹുവിന് നന്ദി ചെയ്യണ്ടേ. അതിനാവശ്യമായ അറിവുകൾ നമുക്ക് നൽകാൻ അല്ലാഹു തന്നെ നിയോഗിച്ചയച്ച അമ്പിയാക്കൾക്ക് മുഴുവനും പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവസാനമായി വന്ന മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതിമൻ നബിയ്യീൻ. എല്ലാവരും എഴുന്നേറ്റ് അല്ലാഹുവിന്റെ റസൂലിന് ഒരു സലാം പറയണം. യാ നബി സലാം عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. പ്രയാസമില്ലാത്ത ഒരു 2 മിനിറ്റ് ഇവിടെ നിന്നോളൂ സുഹൃത്തുക്കളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് ഇവിടുന്ന് സലാം പറഞ്ഞാൽ മദീനയിൽ കേൾക്കുകയാണ്, മദീനയിൽ നിന്ന് മടക്കുകയാണ്. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹി സലാം. എനിക്ക് ആര് സലാം പറഞ്ഞാലും സലാം മടക്കാൻ എനിക്ക് അല്ലാഹു തആല റൂഹിനെ മടക്കി തന്ന് സംവിധാനം ഏർപ്പെടുത്തി തന്നിട്ടുണ്ടാകുമെന്ന് അവിടുന്ന് നമ്മളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ 5 നേരം നിസ്കരിക്കുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയായവരെ. അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ നേതാവല്ല, സാധാരണ റസൂലല്ല, തുല്യതയില്ലാത്ത നേതാവാണ്. ആ നേതാവുമായി ബന്ധപ്പെടാതെ മോമിനായ മനുഷ്യന് ജീവിതമില്ല. ആ നബിയെ വിളിക്കാതെ, ആ നബിയോട് പറയാതെ, ആ നബിക്ക് സലാം പറയാതെ ഏറ്റവും പ്രധാനമായ നിസ്കാരവുമില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു അതങ്ങ് പറയുമ്പോ മദീനയിൽ കേൾക്കുകയാണ്, അവിടുന്ന് സലാം മടക്കുകയാണ്. സാധാരണ നേതാവല്ല. മംഗലാപുരത്ത് നിന്ന് വിളിച്ചു ഡൽഹിയിലെ നേതാവിനെ, കേരളത്തിൽ നിന്ന് വിളിച്ചു അതേ ഡൽഹിയിലുള്ള നേതാവിനെ. നേതാവ് കേൾക്കുന്നില്ല, അറിയുന്നില്ല, അദ്ദേഹത്തിന് ഇയാളെ പരിചയവുമില്ല. അങ്ങനെയല്ല നമ്മളെ നേതാവ്. നമ്മളെ നേതാവ് മദീനയിൽ കിടന്നുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഉമ്മത്തുകളെയും അറിയുകയാണ്. എല്ലാവർക്കും ഓരോരുത്തരും വിളിക്കുമ്പോൾ സലാം പറയുകയാണ്. അങ്ങനെയുള്ള കഴിവ് അല്ലാഹു തആല നേതാവിന് കൊടുത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ മഹാനായ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ആ നബി തങ്ങൾ അവസാനത്തെ നബിയാണ്, അവസാനത്തെ റസൂലാണ്. പലരും പലതും പറയും, അതൊന്നും നമുക്ക് സ്വീകരിച്ചുകൂടാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്,
മാത്രമാണ്. വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ വഖാതിമൻ നബിയ്യീൻ. രണ്ട് നിലക്കും അവിടെ ഓതാം, രണ്ട് നിലക്കും ഓതിയിട്ടുണ്ട് ഖുർആൻ ഓതി പഠിപ്പിച്ച പണ്ഡിതന്മാർ. രണ്ടിന്റെയും സാരം ഒന്ന് തന്നെയാണ്. അവസാനത്തെ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിന്റെ ശേഷം പുതിയ നബി വന്നുവെന്ന് ഖാദിയാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അതിന് ഖുർആൻ ഓതിയിട്ടുണ്ട്. പക്ഷെ അവൻ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. നമുക്കൊരു വഴിയുണ്ട്, ആ വഴി സിറാത്തുൽ മുസ്തഖീമാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് നമ്മുടെ മുൻഗാമികൾ നടന്നു വന്ന വഴിയാണ്. ആ മുൻഗാമികൾ തർക്കമില്ലാതെ പഠിപ്പിച്ച വിഷയമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പുതിയ നബി വരൂല, അവിടുന്ന് അവസാനത്തെ നബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടന്നുകൊണ്ട് ലോകത്തുള്ള അനുയായികളെ വീക്ഷിക്കുന്ന നേതാവാണ്. ലോക മുസ്ലിമീങ്ങളെല്ലാം ആ നബി തങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുകയാണ്, ആ നബിയെ വിളിക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാണ്. അങ്ങനെ വിളിച്ച് സലാം പറയാത്തവന് നിസ്കാരമില്ല. ആ നബി തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവന് നിസ്കാരമില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് പറഞ്ഞേ പറ്റൂ. അസ്സലാമു അലൈക അയ്യുഹൻ നബി ചൊല്ലിയേ പറ്റൂ. സലാമുൻ അലൈക അയ്യുഹൻ നബി എന്നെങ്കിലും പറഞ്ഞേ പറ്റൂ. അല്ലയോ സുഹൃത്തുക്കളെ, അങ്ങനെ തുല്യതയില്ലാത്ത നേതാവ്, ആ നേതാവിനെ സ്നേഹിക്കണം, ആ നേതാവിനെ അനുസരിക്കണം, ആ നേതാവ് കാണിച്ച മാർഗം അവലംബിച്ച് ജീവിക്കണം. ഇരുന്നോളൂ സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് ഏറ്റവും നല്ല സ്വഭാവമാണ്. അത് അവിടുന്ന് പഠിപ്പിച്ച ദീനിൽ വർഗീയതയില്ല, അവിടുന്ന് പഠിപ്പിച്ച ദീനിൽ തീവ്രവാദമില്ല, ഭീകരവാദമില്ല, ശത്രുതയില്ല, അക്രമമില്ല. അവിടുന്ന് പഠിപ്പിച്ച ദീനിൽ ദുസ്വഭാവങ്ങളില്ല. നല്ലതേ പറയാവൂ. ഖൂലൂ ലിന്നാസി ഹുസ്ന, ഖുർആനല്ലേ, നിങ്ങൾ ജനങ്ങളോട് നല്ലതേ പറയാവൂ. ചീത്ത പറയരുത്, തെറി പറയരുത്, അതേ നിങ്ങൾ അവമതിക്കരുത്. ഖൂലൂ ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ലതേ പറയാവൂ. കള്ളം പറയരുത്, ആരോടും കള്ളം പറയരുത്, വാക്ക് ലംഘിക്കരുത്, ആരെയും ചതിക്കരുത്, ആരുടേതും പൊരുത്തമില്ലാതെ കൈവശപ്പെടുത്തരുത്, ആരുടേതും ഒരു നയാകാശം പൊരുത്തമില്ലാതെ കൈവശപ്പെടുത്തരുത്. ഒരിക്കലും തന്നെ ബഡ്ഡിക്കാരനാകരുത്. നീ ബഡ്ഡിക്കാരനായാൽ, പലിശക്കാരനായാൽ, ഇവിടെ ബഡ്ഡി എന്നല്ലേ പറയാ അല്ലേ? ഞങ്ങളാട്ട് പലിശ എന്നാ പറഞ്ഞ. ബഡ്ഡിക്കാരനായാൽ നീ വലിയ വയറും പേറിയിട്ട് പടച്ചവന്റെ കോടതി കിടക്കേണ്ടി വരും. എല്ലാവരും നിന്റെ വയറ്റ് ചവിട്ടി ഇങ്ങനെ പോകും, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ വല്ലാത്ത ശിക്ഷയ്ക്ക് വിധേയമാകും. അതുകൊണ്ട് തന്നെ നീ ബഡ്ഡിക്കാരനാകരുത്. നിനക്ക് അല്ലാഹു തആല ഇളനീർവെള്ളം തന്നില്ലേ, അതെന്തൊരു വെള്ളമാ. ഇവിടെ എന്താ പറയാ? ഇളനീർന്നോ പൊണ്ടെന്നോ എന്താ പറയാ? പൊണ്ടം. അതേ, നല്ല വെള്ളം. അതെങ്ങനെയാ അല്ലാഹു തആല പഠിച്ചത്? അല്ലാഹുവിനറിയാം അല്ലേ? നമ്മള് ഒരു തെങ്ങിന്റെ മേലെ ചെറിയ മച്ചിങ്ങ പറിച്ചു നോക്കിയാൽ ഒരു ഇറ്റ് വെള്ളമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വലിയ കരിക്കായി വലുതായിട്ട് പറിച്ചു നോക്കുമ്പോ അത് ഒരു ഇത്ര ലിറ്റർ വെള്ളം. എന്തൊരു മധുര! അല്ലാഹു തആല എങ്ങനെ പഠിച്ചത്? അല്ലാഹു അലം. സുബ്ഹാനല്ലാഹ്, അത്ഭുതങ്ങളല്ലേ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പൊക്കെ, അത്ഭുതമല്ലേ? ഒരു മാവിന്റെ മുകളിൽ, ഇവിടെ മാവ് എന്താ പറയാ, മാങ്ങാമരം. മാവിന്റെ മുകളിൽ നിന്ന്, മാങ്ങാമരത്തിന്റെ മുകളിൽ നിന്ന് മാങ്ങ പറിച്ച് അങ്ങനെ അരിഞ്ഞ് തീർത്തും തിന്ന് അവസാനം അതിന്റെ ഉള്ളിലെ സാധനത്തിന് എന്താ പറയാ? അണ്ടി, വരണ്ടീന. എന്ത് പറഞ്ഞാലും സംഗതി മനസ്സിലായ ഈ കൊരണ്ടി മെല്ലെ ഒന്നിങ്ങനെ ഒരു കത്തി കൊണ്ട് കീറി നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ജീവി അങ്ങ് പറന്നുപോയി. ഇതെങ്ങനെ അതിന്റെ ഉള്ളിൽ എത്തിയത്? എങ്ങനെയായി ശ്വാസം കഴിച്ചത്?
എങ്ങനെയാണ് അവിടെ എത്തിയത്? അല്ലാഹു അഅലം. സുബ്ഹാനല്ലാഹ്. എന്റെ നാട്ടിൽ വെള്ളമില്ലാഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ട് കുഴിച്ച് കുറേ കുഴിച്ച് പടിയിൽ വെള്ളം കിട്ടി. സുബ്ഹാനല്ലാഹ്. ഞാൻ വലിയൊരു മലേന്റെ മുകളിൽ കയറി ഒരു ചുരം കയറി പോവാൻ. ഇവിടെ എന്താ ചുരത്തിനെന്താ ഇവിടെ പറയാ? ഗാട്ടി. അങ്ങനെ ഗാട്ടി കയറിപ്പോയി. കുറച്ച് നിങ്ങളെ ഭാഷയും പഠിച്ചാൽ അങ്ങനെ ഗാട്ടി കയറി ഇങ്ങനെ പോകുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചവന് ഇവിടെ എത്ര കിലോമീറ്റർ താഴോട്ട് കുഴിക്കണം വെള്ളം കിട്ടാൻ. നോക്കുമ്പോ മേലേന്ന് വെള്ളം ഇങ്ങോട്ട് വരികയാണ്. മേലേന്ന് ഗാട്ടിന്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വെള്ളം വരികയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടി. ഞാൻ ലക്ഷദ്വീപിൽ പോയി. ലക്ഷദ്വീപിൽ മംഗലാപുരമായിട്ട് നല്ല ബന്ധമുള്ള സ്ഥലം ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ചെന്ന് നോക്കുമ്പോ ചെറിയൊരു നാട്, 4 ഭാഗവും കടൽ. പക്ഷെ ആ കടലിന്റെ 4 ഭാഗത്തും വലിയ കരിങ്കല്ല് കൊണ്ട് കടൽ അങ്ങനെ തന്നെ നേരെ അടിച്ചു വന്ന് ഈ ലക്ഷദ്വീപ് നക്കിപ്പോവും. അതിന് അല്ലാഹു തആല സംരക്ഷണമായിട്ട് 4 ഭാഗത്തും അവിടെ കല്ലുകൊണ്ട് സംരക്ഷണം കൊടുത്തിരിക്കുന്നു. കണ്ടാൽ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് 4 ഭാഗം കടലിൽ. പക്ഷേ കടലിന്റെ തൊട്ടടുത്ത് കുഴിച്ചു നോക്കുമ്പോ നല്ല ക്ലാസ് ശുദ്ധവെള്ളം. അല്ലാഹു തആല എത്ര സംവിധാനം എങ്ങനെയൊക്കെയാ വെച്ചത്. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. എല്ലാവരും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പടച്ചറബ്ബേ, നിന്റെ സൃഷ്ടിപ്പ് വല്ലാത്ത സൃഷ്ടിപ്പ് തന്നെ. ഞങ്ങൾ ഇവിടെ എത്ര ട്യൂബ്, എത്ര ബൾബ്, ഇത് കത്തിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കുറഞ്ഞ സ്ഥലത്ത് ലൈറ്റ്, അതിനെത്ര ഡീസൽ ചെലവ്, അപ്പുറത്ത് സൗണ്ട്, ഇപ്പുറത്ത് ഓപ്പറേറ്റർ. അതേ സമയത്ത് നീ ഒരൊറ്റ ബൾബ് 15 കോടിയോളം കിലോമീറ്റർ അകലെ പകല് നീ കത്തിച്ചപ്പോ ആ ഒരൊറ്റ സൂര്യനെ കൊണ്ട് നീ എത്ര രാഷ്ട്രങ്ങളിലാണ് വെള്ളം നീ വെളിച്ചം കൊടുത്തത്. അല്ലാഹ്, ആ സൂര്യൻ അസ്തമിച്ചിട്ട് സമയം എത്രയായി? പക്ഷേ ഇപ്പോഴും അതാ മംഗലാപുരത്തും പരിസരങ്ങളിലും സോളാർ കൊണ്ട് കത്തുകയാണ്. ആ സൂര്യൻ മുഖേന വെളിച്ചം കിട്ടുകയാണ്. എന്തൊരു സംവിധാനമാണ് അല്ലാഹ്! ഇതൊക്കെ ചെയ്തു തന്ന രാജാവായ നീ 5 നേരം നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഖളായിയവരാണ് ഞങ്ങളെങ്കിൽ ഞങ്ങൾ കുറ്റക്കാര് തന്നെ. നീ വിരോധിച്ച കള്ള് കുടിച്ചെങ്കിൽ പാപികള് തന്നെ. നീ വിരോധിച്ച പലിശ വട്ടി വാങ്ങിയെങ്കിൽ തെറ്റുകാര് തന്നെ. നീ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള സംവിധാനം തന്ന് സൗകര്യം തന്നിട്ട് അന്ന് അതാ നീ പൊരുത്തപ്പെടാത്ത മഞ്ഞ കല്യാണവും അതുപോലെ മറ്റ് കല്യാണവുമായി പടച്ചവൻ പൊരുത്തപ്പെടാത്ത പ്രവർത്തനം നടത്തിയവൻ ധിക്കാരി തന്നെ. ആലിമീങ്ങളെ ചീത്ത പറയുന്നവരും സയ്യിദന്മാരെ നിന്ദിക്കുന്നവരും സുബ്ഹാനല്ലാഹ് ഇളനീർവെള്ളം, ചായ വെള്ളം, ഒരൊറ്റ പീടികയിൽ 50 സൈസ് ചായ, അതേ 45 സൈസ് കാപ്പി. സുബ്ഹാനല്ലാഹ്, പാല് വേറെ, തേന് വേറെ, എല്ലാ വെള്ളങ്ങളും ജ്യൂസുകൾക്ക് എണ്ണം കണക്കില്ല. ഇതൊക്കെ തന്നിട്ടും നജസായ മദ്യം കുടിക്കുന്നവൻ, ലഹരി കുടിക്കുന്നവൻ, ബ്രാൻഡി കുടിക്കുന്നവൻ, വിസ്കി കുടിക്കുന്നവൻ, കള്ള് കുടിക്കുന്നവൻ വല്ലാത്ത ധിക്കാരി തന്നെ. അല്ലാഹു തആല ഇതൊക്കെ തന്നിട്ട് പിന്നെ നജസ് കുടിക്കണോ? മൂത്രം കുടിക്കണോ? കാഷ്ടം കുടിക്കണോ? അല്ലേ? മൂത്രം, അതുപോലെ ചലം, അതുപോലെ തന്നെ ഒരു നജസ്. അതിനേക്കാണ് കടുപ്പുള്ള നജസ് കള്ള്. സുബ്ഹാനല്ലാഹ്, എങ്ങനെ മുസ്ലിമീങ്ങൾ കള്ളുടിയന്മാരാകുന്നത് എനിക്ക് മനസ്സിലാകില്ല.
അല്ലാഹു തആല നമ്മളെ ഉമ്മത്തിനെ നന്നാക്കട്ടെ. നമ്മൾ നല്ലത് മാത്രം ചെയ്യുന്നവരാണ്, നല്ലത് മാത്രം വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു പൊരുത്തപ്പെട്ടവർക്ക് ജീവിക്കണം, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു തേടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. വഫാത്തിന് മുമ്പും വഫാത്തിന് ശേഷവും സ്വഹാബത്ത് വിളിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് കൊണ്ടുവന്നു ഖബറിന്റെ സമീപത്ത് വെച്ചിട്ട് യാ റസൂലല്ലാഹ് അബൂബക്കറിൻ ഫിൽ ബാബ്, തങ്ങളെ വാതിലിന്റെ അടുക്കൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മയ്യിത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നബിയെ, തങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ മറവ് ചെയ്യാം എന്ന് പറയുമ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അവിടെ കടത്തി മറവ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് കിടത്തിയ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് തുണിയൊന്ന് മുഖത്തുനിന്ന് നീക്കിയിട്ടൊന്ന് ചുംബിച്ചിട്ട് അതാ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, ഫിദാകബി വഉമ്മി ബിഅബി വഉമ്മി യാ റസൂലല്ലാഹ്. നബി തങ്ങളെ വിളിക്കുകയാണ്, പറയാണ്. ആ പറയുന്ന സമയത്ത് തങ്ങള് ഞങ്ങളെ കാര്യം അല്ലാഹുവോട് പറയണേ, തങ്ങള് ഞങ്ങളെ മറക്കരുതേ. വഫാത്തിന് ശേഷവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞുവെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയാണ്, രേഖപ്പെടുത്തുകയാണ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ. സുഹൃത്തുക്കളെ, അങ്ങനെ തുടങ്ങിയിട്ട് എത്രയെത്ര സംഭവങ്ങളാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവരെ കിതാബിൽ എഴുതി വെച്ചത്. ആ റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്നതിൽ ലോകത്തൊരു പണ്ഡിതനും തർക്കമുണ്ടായിട്ടില്ല 600 കൊല്ലത്തോളമെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. എല്ലാ ഇമാമീങ്ങളും അതാ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്, സഹായം തേടുകയാണ്. ഖബറിൽ നിന്ന് അവിടുന്നതാ നമ്മളെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുകയാണ്. ആ നബി തങ്ങൾക്ക് വഫാത്തിന്റെ ശേഷം ഒന്നിനും കഴിയൂല എന്ന് വാദിക്കുന്നവര്, സുബ്ഹാനല്ലാഹ്, പുത്തൻവാദികൾ. നിങ്ങൾക്കറിയില്ലേ, മൂസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സിയാറത്തിന് ചെന്നപ്പോ ഖബറിൽ നിസ്കരിക്കുന്നത് അവിടുന്ന് കണ്ടു എന്ന് നമ്മളോട് പറയാണ്. ആ മൂസാ നബി അലൈഹിസ്സലാം ആകാശത്തെത്തുകയാണ്. ആകാശത്ത് നിന്ന് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് 50 നേരത്തെ നിസ്കാരം 5 ആക്കി ചുരുക്കി കിട്ടാൻ ഇടപെട്ട് സഹായിക്കുകയാണ്. അമ്പിയാക്കൾ അങ്ങനെ വഫാത്തിന് ശേഷം സഹായിച്ച 100 കണക്കിന് സംഭവങ്ങൾ ഹദീസിലും ഖുർആനിലുമൊക്കെ ഉണ്ടായിട്ടും അതാ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് മരണശേഷം ഒന്നിനും കഴിയൂല എന്ന് സലഫി പറയുകയാണ്, ജമാഅത്തുകാരൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ നിസ്കാരം അറബിയിൽ ഖുത്ബോദി, അറബിയിലാണ് റസൂലുള്ള പഠിപ്പിച്ച ജുമയെങ്കിൽ തബ്ലീഗ് ജമാഅത്തുകാർ തലശ്ശേരി പള്ളിയിലും പല പള്ളിയിലും മലയാളത്തിൽ ഖുത്ബോദിയിട്ട് ജനങ്ങളെ ജുമഅ ബാത്തിലാക്കുകയാണ്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ദീന് വെട്ടിമുറിച്ച് നശിപ്പിക്കുന്നവരും അതേപോലെ തന്നെ കള്ള് കുടിക്കുന്നവരും നിസ്കാരമൊഴിക്കുന്നവരും വട്ടി വാങ്ങുന്നവരും ഭർത്താവിനെ ചതിക്കുന്ന സ്ത്രീകളും ഭാര്യമാരെ അതാ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരും ബാപ്പാനെയും വിലവെക്കാത്ത മക്കളും മക്കളെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കാത്ത ബാപ്പ ഉമ്മമാരും അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അയൽവാസികളും കുടുംബ ബന്ധം മുറിക്കുന്നവരും സുബ്ഹാനല്ലാഹ് എന്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ലാഹ് അറിയുന്നു എന്ന ബോധമില്ലാതെ അല്ലാഹുവിന്റെ മലക്കുകൾ റിക്കാർഡാക്കുന്നു എന്ന ബോധമില്ലാതെ പടച്ചവന്റെ കോടതിയിൽ എന്നെ കൊണ്ടുപോയി വിചാരണ ചെയ്യുമെന്ന ബോധമില്ലാതെ
തോന്നിവാസം ജീവിക്കുന്നവരും കഴിഞ്ഞുപോയ ഇമാമീങ്ങളെ കൊച്ചാക്കി. ശാഫി ഇമാമിന് മനസ്സിലായില്ല, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല, ഇമാം മാലിക് ഇമാമിന് മനസ്സിലായില്ല, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇമാമീങ്ങളെ തള്ളിപ്പറയുന്നവരും ഇന്നാ ലില്ലാഹ്. ഇങ്ങനത്തെ പല കക്ഷികളുമുള്ളപ്പോ എന്റെ SSFന്റെ ചെറുപ്പക്കാരെ, SYSന്റെ പ്രവർത്തകരെ, SMIയുടെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹുവിനെ സ്നേഹിച്ച് മരണമുണ്ടെന്ന ബോധത്തോടെ മരണശേഷം സ്വർഗത്തിലെത്തണമെന്ന ചിന്തയോടെ നരകത്തിൽ രക്ഷപ്പെടണമെന്ന ആലോചനയോടെ തഖ്വയോടെ ജീവിച്ച് മരിക്കണേ. അതിനെന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണേ അല്ലാഹ്. എല്ലാവരും ഇരുന്നോളി സുഹൃത്തുക്കളെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഅദ് പറഞ്ഞിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്, അവിടുന്ന് പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചുരുക്കി ഒരു വഅദ് പറയണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താണ്? അവിടുന്ന് പറഞ്ഞത് നീ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിന്റെ അവസാനത്തെ നിസ്കാരം വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ. കാരണം നമുക്കറിയില്ല എത്ര ദിവസം. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നു, അല്ലാഹു നമ്മുടെ ഈ സദസ്സ് അവസാനത്തെ സദസ്സാക്കാതിരിക്കട്ടെ. നമുക്കറിയോ ഇനി ഇതുപോലൊരു സദസ്സിൽ നമ്മൾ ഒരുമിച്ച് വിടുമല്ലോ ഇല്ലയോ? പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ അടുക്കലല്ലേ. അപ്പൊ നമ്മൾ പറയുന്നത് ശരിയായിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ശരിയായിരിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു പൊരുത്തപ്പെടുന്നതായിരിക്കണം. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണം. ഈ ജീവിതം നിലനിൽക്കൂല. ഈ ജീവിതം എല്ലാവരും വിട്ടും ഇങ്ങനെ പോയില്ലേ. അല്ലാഹ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു തആല അവരുടെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തു. വഫാത്താകുന്ന ദിവസം, വഫാത്തിന്റെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പോയിരുന്നു. അന്ന് ചെന്നപ്പോ സംസാരിച്ചു, ഇന്നും ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോ താജുൽ ഉലമയെ സംബന്ധിച്ച് നിങ്ങൾ കർണാടകക്കാരൻ മുടിപ്പൂവിലുള്ള എന്റെ സ്നേഹിതൻ ബഷീർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, താജുൽ ഉലമ ഒന്നും സംസാരിക്കുന്നില്ല, ദിക്ർ മാത്രം ചൊല്ലി ഇങ്ങനെ ഒരു പച്ചപ്പറമ്പും വെച്ച് കിടക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നി ഒന്ന് പോയി കാണണം എന്ന് തോന്നി. താജുൽ ഉലമയെ കാണാൻ പോകാൻ വിചാരിച്ചു. പക്ഷെ അന്ന് വൈകുന്നേരം വഫാത്തായി പോയി. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഖുറാത്തങ്ങൾ മകൻ എന്നോട് പറഞ്ഞു, ബാപ്പ എന്റെ നെഞ്ചത്ത് ഇങ്ങനെ ചാരിക്കിടന്നില്ല ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ലണം, ദിക്റുകൾ ധാരാളം ചൊല്ലണം, സലാത്ത് ധാരാളം ചൊല്ലണം, ഖുർആൻ ധാരാളം ഓതണം. ഇനിയിപ്പോ ശഅബാൻ റമളാൻ, ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം നോമ്പെടുക്കാറുണ്ട്. ശഅബാനിൽ 3 ദിവസമെങ്കിലും നോമ്പെടുക്കണം ചുരുങ്ങിയത്. ശഅബാൻ 13, 14, 15 വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. സുബ്ഹാനല്ലാഹ്, ചില പുത്തമ്പാദികളുണ്ട് 15-നാരെങ്കിലും നോമ്പെടുക്കുന്നുണ്ട്, അതും ഇല്ലാണ്ടാക്കുന്നവർ. റാത്തിന്റെ നോമ്പെടുക്കും, അതും കൂടി ഇല്ലാതാക്കുന്ന പുത്തമ്പാദികൾ. അല്ലാഹു തആല അവരെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കട്ടെ. 13, 14, 15 കഴിയുമെങ്കിൽ അന്ന് നോമ്പെടുക്കാൻ നോക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ് സുഹൃത്തുക്കളെ. അതേപോലെ എന്താണ് ഭക്ഷണം കൊടുക്കാനാവട്ടെ, ഇപ്പൊ കൊടുക്കുന്നു ഇല്ല, പിന്നെ മിണ്ടാണ്ടി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നല്ല നല്ല സമയം, ശഅബാന് വലിയ ബർക്കത്തുള്ള സമയം, സലാത്ത് ചൊല്ലാൻ അല്ലാഹു തആല ഖുർആനിൽ കൽപ്പിച്ച മാസമായി. സലാത്ത് ചൊല്ലാനുള്ള ഓർഡർ വന്ന മാസം. സലാത്ത് ധാരാളം ചൊല്ലണം.
നമ്മൾ ഖുർആൻ ഓതുന്നു. ഖുർആൻ റമദാനായിട്ട് ഓതാന്ന് വിചാരിക്കരുത്. റമദാൻ വരെ നമ്മൾ ഉണ്ടാവുന്ന ഉറപ്പുണ്ടാകും. അതുകൊണ്ട് ഖുർആൻ ധാരാളം ഓതണം. നമ്മൾ തെറ്റുകളിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് തൗബ ചെയ്യണം. നമ്മൾ കഴുകി വൃത്തിയാകുക. തൗബയാണ് ജീവിതത്തിൽ വിജയത്തിലുള്ള എല്ലാ നന്മയും നമുക്ക് തരുന്ന സംഗതി തൗബയാണ്. മനസ്സുകൊണ്ട് ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളിലും ഖേദിച്ച് മടങ്ങി റബ്ബിനോട് താണുകേണ് ഖേദിച്ച് മടങ്ങി ഇനി ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിച്ചിട്ട് അല്ലാഹുവോട് പറയാ.